നമസ്കാരം, മലയാളി വാർത്താ സ്പെഷ്യലിലേക്ക് കേറി പോന്നോളി. മുഖ്യ ജങ്ക ജഗ ജഗ 3.0 നമ്മൾ പണിയെടുക്കേണ്ട KPCC കോലത്തെ പണ്ഡിതൻ പണിയെടുത്തോളും, നമ്മളന്ന് നിന്ന് എടുത്താ മതിയെന്ന്. ആണാ ഗോവിന്ദ ആ കൂടത്തുള്ള AKG ഇല്ലത്ത് അമ്മച്ചാനെ തപ്പു കൊട്ടട തകില് കൊട്ടണടേ രസവേ ആസപ്പെട്ടൊരു കാലമെത്തിയടേ. ആഹ അർമാദം, ആഹ ആഘോഷം, ആനന്ദ തുന്തുലരാണ് AKG ഇല്ലത്തുള്ളവർ. സ്ഥിരം തറിവിളി കേട്ട് ഡയഫ്രം അടിച്ചുപോയ സഖാക്കൾക്ക് മരുഭൂമിയിലെ മഴത്തുള്ളി പോലെ 2 തുള്ളി വീണ് കിട്ടി, അതും ശത്രുപാളയത്തിൽ നിന്ന്. പിന്നെ എങ്ങനെ അർമാദിക്കാതിരിക്കും? LDF സർക്കാർ ഭരണത്തിൽ കേരളം വികസനത്തിൽ മുന്നോട്ട് കുതിക്കുന്നുവെന്ന് ശശി തരൂർ അണ്ണന്റെ ഒരു കീച്ച്. കേട്ടവാദി കേൾക്കാത്തവാദി സംഭവം മുഖ്യന്റെ കാതിലെത്തിച്ച് ഗോവിന്ദൻ വക കീച്ചൽ കേട്ടു തുള്ളിച്ചാടി മുഖ്യൻ, അത് ഗാനം പാടി തരൂർ, കെ സൂര്യൻ കേമൻ കൊള്ളാം. കേരളം ഇന്ത്യയുടെ 29 സംസ്ഥാനത്തിൽ 28ാമത്തെ സ്ഥാനം ഒരു വർഷവും, അതിന് മുമ്പിൽ 28 സംസ്ഥാന റാങ്കിങ് ഉണ്ടായിരിക്കുമ്പോൾ 26ാമത്തെ സ്ഥാനവുമായിരുന്നു കേരളം. അപ്പോൾ അതിൽ നിന്ന് പോയി ചാടിയിട്ട് 1ാം സ്ഥാനം എത്തുന്നത് അതിനെ നമ്മൾ കണ്ട് അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന് എൻ്റെ വിശ്വാസം. അതേ സുഹൃത്തുക്കളെ, കെ സൂര്യനെ ബാക്കി അടിച്ച് ശശി തരൂരിന്റെ കീച്ചലിന് പിന്നാലെ കോൺഗ്രസിൽ കൂട്ടയടി, വെട്ട്, കുത്ത്, യുദ്ധം നടക്കുകയാണ്. പിണറായിയുടെ ഭരണത്തിൽ വികസനം കുതിക്കുവല്ല കിതയ്ക്കുവാണ്. ശശി ഒരുമാതിരി സോമന്റെ പണി കാണിക്കരുതെന്ന് ബീഡിയും വലിച്ച് അണ്ണന്റെ പുളിച്ച തെറിവിളി. തരൂരെ എന്തായാലും ചൊറിച്ചിലുണ്ടേല് അത് KPCCയിൽ പറഞ്ഞു തീർക്കണം. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോൾ ഒരുമാതിരി പണി കാണിക്കരുത് കേട്ടോ. മറ്റേ പണി സുധാകർജി എടുത്തിട്ടങ്ങാലയ്ക്ക്. ശശി അണ്ണനെ വലതന്മാർ എടുത്തിട്ട് കുടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആരാ ഞങ്ങളുടെ ശശി അണ്ണനെ തൊടുന്നതെന്ന് ചോദിച്ച് സഖാക്കൾ മുണ്ടും മടക്കി കുത്തി ഒരു വരവ് അങ്ങോട്ട് വന്നിട്ടുണ്ട്. സഖാവ് ശശി അണ്ണനെ തൊട്ടാൽ വെട്ടും, പറഞ്ഞേക്കാം കേട്ടോ. പിണറായിയുടെ കാലത്തെ ഇവിടെ വികസനം നടന്നിട്ടുള്ളൂ. കണ്ടില്ലേ തരൂര് പണ്ഡിതനും സമ്മതിച്ചിരിക്കുന്നത്. ശശിയെ തെറി വിളിച്ചിറങ്ങിയ സതീശ സുധാകര ചെന്നിത്തല കൂട്ടത്തെ മുണ്ടോക്കി കാണിച്ച് ബാലൻ സഖാവ്. ഇന്നലെ വരെ തരൂരിനെ തന്തയ്ക്ക് വിളിച്ചിരുന്ന സഖാക്കളാ ഇത് ദിപ്പ കയറി ആളിയാന്നൊക്കെ വിളിക്കുന്നുടേ. ഇത് ബാലണ്ണന്റെ കീച്ചാണ് കീച്ച്. ഒരു ലോകസഭാ മെമ്പർ, ഒരു AICCയുടെ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ, നിരവധി അവാർഡുകൾ ലഭിച്ച ഒരു ബുദ്ധിജീവി, ലോകത്തിലെ അറിയപ്പെടുന്ന ഒരു ഡിപ്ലോമാറ്റ്. ഇത് കേട്ട് ശശി തരൂരണ്ണൻ വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയൂ. ഗോവിന്ദ, ശശിയെ വളരാൻ അനുവദിക്കണം. വലതീന്ന് ഇടതിലേക്ക് ശശി തരൂരിനെ തൂക്കണമെന്ന് കെ സൂര്യന്റെ ഒരു ഉത്തരവ്. പണ്ഡിതന്മാർ നമുക്ക് കുറവാണ്, പഠിപ്പും വിവരവും ഉള്ള ഒരുത്തനേലും പാർട്ടിയിൽ വേണമല്ലോ. ശശിയെ കിട്ടിയാൽ ജിങ്കാല. അതങ്ങനെ വലതനെ ഇടതനാക്കാൻ ഒരു പാലമിട്ടിരിക്കുകയാണ് മുഖ്യൻ. ശശി അണ്ണൻ വളയുമോ എന്തരോ, അത് കാത്തിരുന്ന് കാണണം. ശശി വെറും സോമനല്ല, ശശിയാന്ന് CPM. പണ്ഡിതൻ ശശിയണ്ണൻ ഉള്ള കാര്യങ്ങൾ മാത്രമേ അങ്ങോട്ട് പറഞ്ഞിട്ടുള്ളൂ. പിണറായി കാലത്തെ വികസനങ്ങൾ മൂടിവെച്ച് സംസാരിക്കുന്ന സതീശ കള്ള ബടുവാ. കണ്ടില്ലേ കൂട്ടത്തിലുള്ളവർ തന്നെ സത്യങ്ങൾ വിളിച്ച് കീച്ചുന്നത്. ശശി തരൂർ ഒരു കില്ലാടി തന്നെയാണെന്ന് ബാലഗോപാല അണ്ണനും കീച്ചുന്നു. പക്ഷെ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ചിലത് നല്ലതാണ് എന്ന് പറഞ്ഞാൽ ആ നല്ലതായിട്ടുള്ള ഒരു വസ്തുതയെ സംബന്ധിച്ച് പറയുകയല്ലാതെ ഉടനെ ആ പറഞ്ഞ കോൺഗ്രസ് നേതാവിനെ തന്നെ മോശപ്പെടുത്താൻ ശ്രമിക്കുന്നതാണ് കോൺഗ്രസിന്റെ രാഷ്ട്രീയം. ശശി തരൂരിനോട് എന്താ CPMന്റെ ഒരു സ്നേഹം, ലബ്ബാണെന്ന്. നീ എന്റേതല്ലേ ഞാൻ നിന്റേതല്ലേ, നമ്മളെന്നും ഒന്നല്ലേ ശശി, നമുക്കൊരു മനമല്ലേ ശശി. പാട്ടും പാടി തരൂർ സഖാവിനെ തലയിൽ വെച്ച് കൊണ്ടാടുകയാണ് CPM. പണ്ട് സുനന്ദ പുഷ്കർ മരിച്ചപ്പോൾ കൊന്നതാണ്, ശശി തരൂര് കൊന്നതാണെന്ന് പറഞ്ഞ അതേ ടീംസ് തന്നെ അല്ലേടെ മക്കൾ ഇതൊക്കെ. നിന്ന നിൽപ്പിൽ ആ യൂട്ടേൺ അടിച്ചാൽ നിങ്ങൾ നോക്കിക്കേ, ഓന്ത് നിറം മാറുമോ ഇതുപോലെ. ഇതങ്ങനെ ശശി അണ്ണന്റെ ചെലവിൽ ഒരു സെൽഫ് പ്രൊമോഷൻ കിട്ടിയ തുള്ളിച്ചാട്ടമാണിത് CPMകാർക്ക്. ഇനിയിപ്പോൾ പിണുവണ്ണന്റെ PR വർക്ക് ഏജന്റ് എങ്ങാനും ആണോ ശശി തരൂര്? സംശയമില്ലാതില്ല. എന്നാലും പൊന്നു തരൂരണ്ണ ആ വലതന്മാരുടെ നെഞ്ചത്തോട്ട് കയറി പൊട്ടിക്കണ്ടായിരുന്നു. ഒന്നുമില്ലേലും തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയല്ലേ. മുഖ്യമന്ത്രി കുപ്പായം തച്ചു വെച്ച് കാത്തിരുന്ന ടീംസ് സെഡാണ്. അവർ സെഡാണ്. ഇനിയുമുണ്ട് ഇതുപോലത്തെ കാലിവാരലുകൾ. അപ്പം നമുക്ക് കാണാം.